ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ആൻഡ് ട്രഡീഷണൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുലാവ് റെസിപ്പി ആയിട്ടാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സേമിയ പുലാവ് തയ്യാറാക്കാനായിട്ട് സേമിയ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 200 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നെയ്യിലേക്ക് ചേർത്ത് സേമിയ ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നവരെ വറുത്തെടുക്കാം. നമ്മുടെ സേമിയ ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. സേമിയ പുലാവിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 സവാള ചെറുതാക്കി കട്ട് ചെയ്തതും 1 ചെറിയ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. സബോളിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ക്യാരറ്റ് കട്ട് ചെയ്തതും 1 കാപ്സിക്കം അരിഞ്ഞതും 1 ചെറിയ ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം പകുതി വെവാവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം പകുതി വെവായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയാബീൻ സോസും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച സേമിയയും കൂടി ചേർത്ത് കൊടുക്കാം. സേമിയയിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സേമിയ പുലാവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനു മുകളിലായി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കുറച്ച് ഫ്രൈ ചെയ്ത ഒനിയനും റൈസിൻസും കാഷ്യൂ നട്ടും കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ സേമിയ പുലാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സെർവ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.